നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷമാണ് ഈ ഭാഗത്തെല്ലാം വീഡിയോ ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫേസ്ബുക്കിൽ, യൂട്യൂബിലെല്ലാം. അപ്പം ഇപ്രാവശ്യത്തെ കാലവർഷം നല്ല ശക്തി ആർജിച്ചിരിക്കുകയാണ്. അതിനാൽ ഇപ്പം നിങ്ങൾക്ക് കാണാം, കടലിൻ്റെ രൂപവും കോലവും ഒക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ കീഴൂർ ഭാഗമാണ്, അതിൻ്റെ അപ്പുറത്തതാണ് കാസർഗോഡ് ഭാഗം. ഈ കീഴൂർ പുളിമുട്ടിൻ്റെ ഈ ഭാഗത്ത് കണ്ട നല്ല രീതിയിൽ ഓരവും കടലും നല്ല രീതിയിൽ കാണുന്നുണ്ട്. അപ്പം ഇനി 2 ദിവസം കഴിഞ്ഞാൽ കൂടുതൽ കാലവർഷം ശക്തി പ്രാപിക്കും എന്നാണ് കാലാവസ്ഥാ പ്രവചനമുള്ളത്. കാറ്റും വർദ്ധിക്കും, പിന്നെ മഴയും മറ്റും വർദ്ധിക്കും. ഇന്ന് റെഡ് അലർട്ടാണ് കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും തോന്നുന്നു. സ്കൂളിൽ കോളേജിനെല്ലാം അവധി കൊടുത്തിട്ടുണ്ട് കളക്ടർ. ഇപ്പം ഇവിടുന്ന് കീഴൂർ ഭാഗത്ത് നിന്ന് മത്സ്യബന്ധന യാനങ്ങളൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ചന്ദ്രഗിരി പുഴ കവിഞ്ഞൊഴുകാൻ സാധ്യത, മഴ കൂടിയാൽ ചന്ദ്രഗിരി പുഴ കവിഞ്ഞൊഴുകാൻ സാധ്യത കൂടുതലാണ്. ആയതുകൊണ്ട് തന്നെ ഇവിടുന്നുള്ള വെള്ളങ്ങൾ കാഞ്ഞങ്ങാട്, ചിത്താരി, ബേക്കലം, കോട്ടിക്കുളം, കീഴൂർ ഭാഗത്തുള്ള മത്സ്യബന്ധന യാനങ്ങളൊക്കെ സേഫ്റ്റി സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് അവസാന ടൈമിൽ കീഴൂരിലേക്ക് മത്സ്യബന്ധനത്തിന് വരുന്നത് കോട്ടിക്കുളം, ചിത്താരി, ബേക്കലം, പള്ളിക്കര ഭാഗത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികളാണ്. അപ്പം കീഴൂർ ഭാഗത്തേക്ക് വന്ന് മത്സ്യബന്ധനം നടത്തുന്നത്. അപ്പോൾ അവർക്ക് നല്ല ഒരു സ്ഥലവും കൂടിയാണ് കീഴൂർ അഴിമുഖം. കാരണം നല്ല വലിയ അഴിമുഖത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല അവസാന ടൈം. പക്ഷേ കടൽ കാറ്റും വർദ്ധിച്ചാൽ അഴിമുഖത്ത് കുറച്ച് പ്രശ്നങ്ങൾ കൂടുതലാണ്. അപ്പം മത്സ്യബന്ധന യാനങ്ങളൊന്നും പണിക്ക് പോകാറില്ല. തികച്ചും ഇപ്പോൾ പണിയില്ലാതെ മത്സ്യത്തൊഴിലാളികൾ കാസർഗോഡ്, കണ്ണൂർ ജില്ലയിൽ മത്സ്യത്തൊഴിലാളികൾ പണിയില്ലാതെ നിൽക്കുകയാണ്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് നോക്കാം, അഴിമുഖത്തെ ദൃശ്യങ്ങൾ എന്തെന്ന് നോക്കാം. നമുക്ക് കാസർഗോഡ് ഹാർബറിൻ്റെ ദൃശ്യങ്ങളാണ്. അതായത് ബോട്ട് ജെട്ടിയുടെ ഭാഗമാണ് കാണുന്നത്. അവിടെ ഡ്രഡ്ജിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കാണുന്നില്ല. ഇതുവരെ ഡ്രഡ്ജിങ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മണ്ണൊക്കെ ഫുൾ ആ ഭാഗത്താണ് ഇടുന്നത്. ഇപ്പം അഴിക്ക് അകത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇത്. കുറച്ച് മേവെള്ളം വന്നിന്, കിഴക്കും വെള്ളം, അതായത് കലക്കുണ്ട്. മഴവെള്ളം കുറച്ച് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് കലക്കുണ്ട് പുഴയിൽ. ഇതുവരെ മഴവെള്ളം വന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നേരെ ആ ഭാഗത്തേക്ക് പോകാം. എന്ത് നോക്കാം, അടുത്ത എന്താണ് പുതിയ ദൃശ്യങ്ങൾ എന്തെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ അഴിമുഖത്ത് എത്തിയിട്ടുണ്ട്. അഴിമുഖത്തെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ഭാഗം പുളിമുട്ടാണത് ആ കാണുന്നത്. അതിശക്തമായ തിരമാലയാണ് ഈ കല്ലിലേക്ക് അടിക്കുന്നുള്ളത്. അതാണ് അഴിമുഖം. ആണ് അഴിമുഖം. വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ എന്നാലും ഈ കല്ല്, ആ ഭാഗത്തുള്ള ആ കല്ലുണ്ടല്ലോ, പുളിമുട്ട് കുറച്ചും കൂടി നീട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ അഴിമുഖത്തേക്ക് വളരെ സേഫായിരുന്നു. ഇതാണിപ്പോൾ നമ്മളെ കീഴൂർ ഭാഗത്തെ പുളിമുട്ട്. ഇതാണ് ഇത് കാസർഗോഡ് ഭാഗത്തത്. ചില സമയത്ത് ഇതാണ് അഴിമുഖത്തെ പ്രശ്നം. അതുകൊണ്ടാണ് ഇനിയും 100 മീറ്റർ ഇത് നീട്ടണം എന്നുള്ള അഭിപ്രായം വരുന്നത്.
അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക.